കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ 24ാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ ആരംഭിക്കാനിരിക്കുകയാണ്. ഇതിനോടനുബന്ധിച്ചിട്ടുള്ള ജില്ലാ സമ്മേളനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. എന്താണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ CPIMൻ്റെ പ്രസക്തി? എന്നോടൊപ്പം ഉള്ളത് ദേശാഭിമാനിയുടെ അസിസ്റ്റന്റ് മാനേജർ ടോം പനക്കിലാണ്. സ്വാഗതം പനക്കിൽ സാർ. വളരെ കുറച്ച് ചോദ്യങ്ങളേ ഉള്ളൂ. സ്ട്രൈറ്റ് അവേ ക്വസ്റ്റ്യൻസ്, സ്ട്രൈറ്റ് അവേ ആൻസേഴ്സ് ആയിരിക്കണം. കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചുള്ള ഒരു വിമർശനം എന്താണെന്ന് അറിയും. കേരളത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ പോളണ്ടിനെ കുറിച്ച് പറയുന്നൊക്കെയാണ്. സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻസ്, സ്ട്രൈറ്റ് ആൻസേഴ്സ്. പല വിമർശകരും ഇപ്പോൾ പറയുന്നത്, CPM വിമർശകർ പറയുന്നത്, ജാതി രാഷ്ട്രീയത്തെ കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ കൃത്യമായി പഠിക്കാനും CPIMന് കഴിഞ്ഞില്ല. പ്രത്യേകിച്ച് അംബേദ്കർ, അതുപോലെ തന്നെ രാം മനോഹർ ലോഹ്യ, തന്തൈ പെരിയാർ, ഇവരൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ജാതി രാഷ്ട്രീയത്തെ വേണ്ട വിധത്തിൽ ഇന്ത്യയിൽ അഡ്രസ്സ് ചെയ്യാതെ വർഗരാഷ്ട്രീയം കൊണ്ട് നടന്നതാണ്. വർഗരാഷ്ട്രീയത്തിൽ മാത്രം കേന്ദ്രീകരിച്ചാണ് CPIMൻ്റെ ഇന്ത്യയിൽ സ്വാധീനമില്ലാത്തത്. ഞാൻ ആ ചോദ്യം ആവർത്തിക്കുമ്പോൾ അത് തുറന്ന് സമ്മതിക്കുന്നു. അല്ല, അത് പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടാവും. പാർട്ടി തന്നെ അതിൻ്റെ പാർട്ടി പരിപാടിയിൽ പറയുന്നത് ഇന്ത്യയിലെ സാമൂഹ്യ വ്യവസ്ഥയെക്കുറിച്ച് പ്രാങ് മുതലാളിത്ത സാമൂഹ്യ വ്യവസ്ഥയുടെ, അതായത് ഈ പ്യുവർ മുതലാളിത്തമാണോ അല്ല, ഫ്യൂഡലിസമാണോ അല്ല, അതെല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു പ്രത്യേക സാമൂഹ്യ വ്യവസ്ഥയാണ്. വളരെ സങ്കീർണമാണ്. അതിനെ കൈകാര്യം ചെയ്യാൻ, അവിടെ സ്വാധീനം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള പോരായ്മകൾ ഈ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ ജാതി സമൂഹത്തിൻ്റെ പ്രശ്നം അക്കാര്യത്തിൽ വരുന്നുണ്ട്. പക്ഷേ CPIM എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്നത് ഈ പറഞ്ഞ വർഗരാഷ്ട്രീയത്തിന് സംഘടനയാണ്, തൊഴിലാളി വർഗത്തെ തീർച്ചയായിട്ടും ആ രംഗത്ത് അതുകൊണ്ടാണ് വേണ്ട പോലെ വളരാത്തെന്നുള്ള കാര്യം പാർട്ടി തന്നെ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഊന്നൽ കൊടുക്കേണ്ടത് ഈ മേഖലയാണെന്നാണ് പാർട്ടി ഇപ്പോഴും കാണുന്നത്. യാതൊരു സംശയമില്ല അക്കാര്യത്തിൽ. ഇപ്പം ട്രേഡ് യൂണിയൻ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിൽ വളരെ ശക്തമായി അവിടെ പിന്നോട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യം അധികാരത്തിൽ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആന്ധ്രയിലാണ്. അവിടെയും കൃത്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആ മുന്നേറ്റം കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഇതൊക്കെ ഈ ജാതി രാഷ്ട്രീയത്തിന് അഡ്രസ്സ് ചെയ്യുന്ന പ്രശ്നം കൊണ്ട് തന്നെയാണ്. പ്രാദേശികമായിട്ടുള്ള, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഈ പറഞ്ഞ രണ്ട് മേഖല അല്ലാത്തൊരു മേഖല ബോംബെ ആണ്. പുറകോട്ട് അവിടെ ശിവസേനയുടെ ഭരണോട് കൂടിയാണ്. അതായത് ഈ പറഞ്ഞ വർഗരാഷ്ട്രീയം കൈകാര്യം ചെയ്യേണ്ട അല്ല മൂവ്മെന്റ് വളർന്നു വരുന്നിടത്ത് ജാതി രാഷ്ട്രീയവും പ്രാദേശികവാദവും ഒക്കെ ഉയർത്തിക്കൊണ്ട് വന്നിട്ടാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോഴും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൃത്യമായി ശ്രീനാരായണ പ്രസ്ഥാനങ്ങളിലെയും ശ്രീനാരായണീയരെയും അതുപോലെ തന്നെ അയ്യങ്കാളിയോട് കൂടെ നിൽക്കുന്നവരുണ്ട്. ആ വിഭാഗങ്ങൾ ഇപ്പോഴും ശക്തമായി പാർട്ടിയോട് കൂടെ നിൽക്കുന്നു. പക്ഷെ അത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ചെയ്തില്ല. ഇല്ല, ആ ഒരു പോളറൈസേഷൻ അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ബ്രാഹ്മിൻ ബോയ്സ് എന്നാണ് അംബേദ്കർ വിളിച്ചിരുന്നത്. ഇപ്പോഴും നിൽക്കുന്നു. പൂർണ്ണമായിട്ട് ശരിയല്ലേ പോലും അതൊക്കെ ഉണ്ടാവാം, ആ ഘടകങ്ങളൊക്കെ ഉണ്ടാവും. ഈ പറഞ്ഞ സംഗതി കേരളത്തിലൊരു അനുകൂല സാഹചര്യം പലയിടത്തും കിട്ടിയിട്ടുണ്ടാവില്ല. ശരി, തീർച്ചയായും ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പം ആദ്യമായിട്ടൊരു പട്ടികജാതി വിഭാഗത്തിന് പോളിറ്റ് ബ്യൂറോയിൽ കഴിഞ്ഞ പ്രാവശ്യമാണ് എത്തിയത്. ഇപ്പോഴും ഒരു സവർണ മേധാവിത്വം ആണ് പാർട്ടിയിൽ എന്ന് പറയുന്നതിനെ താങ്കൾ എങ്ങനെ കാണുന്നു? ആ വിമർശനത്തെ വലിയൊരു വിമർശനമാണ്. സവർണ മേധാവിത്വമാണ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ അംബേദ്കർ പറഞ്ഞ ബ്രാഹ്മിൻ ബോയ്സ് ന്നെയാണ് ആ വിമർശനം. ഒരു അടിസ്ഥാന വർഗത്തിൽ നിന്ന് കേരളത്തിൽ വളർന്നു വന്ന പാർട്ടി എന്ന് അഭിമാനിക്കുന്ന CPIMന്റെ ഈ പറയുന്ന ബ്രാഹ്മിൻ ബോയ്സ് ആണ് പോളിറ്റ് ബ്യൂറോയിലുള്ളതെന്ന് പറയുമ്പോൾ ആ വിമർശനം എത്രത്തോളം ഉൾക്കൊള്ളാനാകുന്നുണ്ട്? അതിൽ നിങ്ങൾ കാണേണ്ട ഒരു കാര്യം, പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും ഉന്നതമായ നയരൂപീകരണ സമിതിയാണ്. അവിടെ അംഗമാകാൻ വേണ്ടി പാർട്ടി പോളിറ്റ് ബ്യൂറോയിൽ എടുക്കുന്നതിൻ്റെ മാനദണ്ഡം നിങ്ങൾ പറഞ്ഞ ജാതിയുടെ എവിടെയും പരിഗണന വരില്ല. പാർട്ടിയുടെ നയരൂപീകരണത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ആളുകളെയാണ് ആ കാര്യത്തിൽ പാർട്ടി അതിൽ ഈ വിഭാഗം വന്നിട്ടുണ്ടോ, വന്നിട്ടില്ലേ, വന്നിട്ട് മറ്റേ എന്ന നിലയ്ക്കാണ്. എവിടുന്ന് ഇപ്പം സ്ത്രീകളുടെ പങ്കാളിത്തം ഈ അടുത്തിടാണല്ലോ. നമ്മുടെ ബൃന്ദാക്കാരായിട്ടാണ് ആദ്യമായിട്ട് പാർട്ടി പോളിറ്റ് ബ്യൂറോ ഒരു വനിതയായിട്ട് വരുന്നത്. അപ്പോൾ അത് റിസർവേഷനില്ല. ഇപ്പം രണ്ടുപേരുണ്ട്, സുഭാഷിണി അലിയുണ്ട്. അതിനു മുമ്പ് അവരാണ് ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ അതിനകത്ത് വനിതകളില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ അങ്ങനെ റിസർവേഷൻ കൊണ്ടുവരേണ്ട ഒരു പരിഗണന കൊടുക്കേണ്ട മേഖലയായിട്ടല്ല പാർട്ടി അതിനെ പോളിറ്റ് ബ്യൂറോ കാണുന്നത്. അത് പാർട്ടി മറ്റു ഘടകങ്ങൾ തീർച്ചയായും പരിഗണിക്കാറുണ്ട്. പാർട്ടി കേന്ദ്ര കമ്മിറ്റി, മറ്റ് സംസ്ഥാന കമ്മിറ്റികൾ. സ്ത്രീ പ്രാതിനിധ്യത്തെ കുറിച്ച് മുറവിളി കൂട്ടുന്ന ഒരു പ്രസ്ഥാനമാണ് CPIM. എന്നിട്ടും CPIMന്റെ ഉന്നതമായുള്ള കമ്മിറ്റികളിൽ സ്ത്രീകൾ കുറവ് തന്നെയാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. മറ്റുള്ളിടത്തെല്ലാം ഇങ്ങനെ മുറവിളി കൂട്ടുമ്പോൾ എന്തുകൊണ്ട് CPIM അത് അഡ്രസ് ചെയ്ത് രണ്ട് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ മാത്രമേ ഇപ്പോഴും ഉള്ളൂ? പോളിറ്റ് ബ്യൂറോ ഞാൻ പറഞ്ഞത് റിസർവേഷന്റെ വേദിയല്ല എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായിട്ടും കൈപിടിച്ചുയർത്തുകളല്ല, അവരെ കൂടെ പ്രവർത്തിച്ച് ആരും അറിയാൻ കൈപിടിച്ചുയർത്തേണ്ട സംഗതിയല്ല. സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞത് നമ്മൾ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി ഒക്കെ ഇടപെട്ട് രണ്ടുപേരും ഒരേപോലെയാണ് ബോധ്യത്തോടു കൂടി
വളർത്തിക്കൊണ്ട് അത് ആ തരത്തിൽ വരേണ്ട സംഗതിയാണ്. അല്ല നമ്മളതിനെ ഒരാൾ കൈപിടിച്ച് വളർത്തിക്കൊണ്ടെന്ന് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്ന സംഗതി എന്നല്ല മാത്രം കാണുന്നില്ല. പ്രത്യേകിച്ച് പോളിറ്റ് ബ്യൂറോ പോലുള്ള ഒരു ഉന്നത അധികാര സമിതിയിൽ അതൊരു റിസർവ്ഡ് സംഗതിയായിട്ട് വനിതകൾക്ക് പിന്നോക്കാർക്ക് എന്ന നിലയിൽ കാണുന്ന സംഗതിയല്ല. അപ്പോൾ TPM-ന്റെ കാഴ്ചപ്പാടതല്ല എന്നുള്ളതാണ്. ടോമിയുടെ ഞാൻ ഈ ലോക്കലൊക്കെ ആയിട്ട് നാട്ടുകാരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പം കമ്മ്യൂണിസ്റ്റുകാർക്ക് ചെറുപ്പത്തിൽ കുട്ടിക്കാലത്തൊക്കെ ഒരു പാട്ട് പാടുക, അല്ലെങ്കിൽ ചെങ്കോട്ടയിൽ ചെങ്കൊടി ഉയരുന്ന കാലം എന്നൊക്കെ പറയുന്നത്. നമ്മുടെ മുരളി മാഷ് പറഞ്ഞൊരു വാക്ക് ഞാൻ ഉപയോഗിക്കുകയാണ്, പ്രധാനമന്ത്രി പദം ഒരു സ്വർണ്ണത്താളത്തിൽ കൊടുത്തിട്ട് 1 അല്ല 3 വട്ടം വേണ്ടെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നിരാകരിച്ചൊരു പ്രസ്ഥാനമാണ് CPM. അതൊരു ഹിമാലയം മണ്ടത്തരമായിരുന്നു എന്ന് പലരും പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ടോമി സാറ് ഈ ചർച്ചയിൽ പ്രതികരിക്കാൻ തയ്യാറാണ്? എനിക്ക് 100 വട്ടം ആ കാര്യത്തിൽ ബോധ്യമുള്ള ആളാണ് ഞാൻ. അന്ന് CPM എടുത്ത നിലപാടിൽ 100% കൃത്യതയോടുകൂടി ബോധ്യമുള്ള ആളാണ് ഞാൻ. അത് തന്നെയാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നോക്കൂ, CPIM-ന്റെ ഒരു ചില നയങ്ങളുണ്ട് ഭരണവുമായി ബന്ധപ്പെട്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ CPIM-ന് മേൽക്കൈയുള്ള ഗവൺമെൻറ്റുകൾ മാത്രം CPM പങ്കാളികളാവുള്ളൂ, സംസ്ഥാനത്താണെങ്കിലും കേന്ദ്രത്തിലാവണം എന്നുള്ളതാണ്. അവിടെ ഒരു കേന്ദ്ര ഗവൺമെൻറ്റിനെ നയിക്കാൻ കഴിയുന്ന അംഗബലം CPM ഇല്ലാത്ത ഘട്ടത്തിലാണ് ജ്യോതി ബാസുവിന് ഈ ഓഫർ വരുന്നത്. ആ ഘട്ടത്തിൽ അത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഒരു കാര്യം, നമുക്ക് ഈ ഭരണം കൊണ്ട് നമ്മൾ CPIM മനസ്സിൽ കാണുന്ന സംഗതി അത് ഒരു വ്യാമോഹം ഉണ്ടാക്കുക എന്ന നിലയിലല്ല. പാർലമെന്ററി ജനാധിപത്യം കൊണ്ട് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ കഴിയുന്നില്ല. പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിൽ പങ്കാളികളായി അതിന് ഭാഗവാക്കായി നിന്ന് ഏറ്റവും താഴെ കിടക്കുന്ന മനുഷ്യർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ അതിനകത്ത് നോക്കുന്നത്. അതിന് കഴിയില്ലെങ്കിൽ ആ പണിക്ക് പോകരുത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ത്രിപുരയിലാണെങ്കിലും ബംഗാളിലാണെങ്കിലും വേറെ സംസ്ഥാനത്താണെങ്കിൽ പോലും ഭരണത്തിൽ പങ്കാളികളാകാൻ CPM തയ്യാറാകാത്തത്. കേന്ദ്രത്തിൽ ഈ പറഞ്ഞ പോലെ ഒരുപക്ഷെ അന്ന് മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ പോലും നമുക്ക് ഭൂരിപക്ഷമില്ല സാഹചര്യത്തിൽ മറ്റ് ബൂർഷ്വാ പാർട്ടികളുടെ നയ സമീപനങ്ങൾ നമ്മുടെ പ്രധാനമന്ത്രി നടപ്പാക്കേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിലുള്ള വിശ്വാസം ഇന്നല്ലെങ്കിൽ നാളെ വരേണ്ട ഈ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് വിശ്വാസം നഷ്ടപ്പെടാൻ 100% ശരിയാണെന്ന് ബോധ്യമുള്ള ആളാണ് ഞാൻ. അല്ലാന്നുള്ള അഭിപ്രായ ആൾക്കാരുണ്ടാവാം. സാർ വാർത്താ ഭാഗത്ത് നിന്നുള്ള ഒരു വ്യക്തിയാണ്. ഒരുപക്ഷെ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ദൂരദർശനൊക്കെ കാണുമ്പോൾ CPIM-ന്റെ വാർത്തകൾക്ക് വലിയ പ്രാധാന്യം AKG സെൻറ്റർ കാണിച്ചിട്ടാണ് തുടങ്ങുന്നത്. ഒരുപക്ഷെ ഇംഗ്ലീഷ് മാധ്യമങ്ങളിൽ, അപ്പോൾ അന്ന് ദൂരദർശനായിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത്. ആ വാർത്താ പ്രസക്തി പാർട്ടി കോൺഗ്രസിനെ ദേശീയ ലെവലിൽ കിട്ടുന്നുണ്ടോ? ടെക്നിക്കലി ഒരുപക്ഷെ ദേശീയ കക്ഷി എന്ന് പറയുമ്പോൾ പോലും ആ വാർത്ത പ്രാധാന്യം കിട്ടുന്നുണ്ടോ? ഇല്ല, 2 കാര്യമാണ്. ഒന്ന്, ആ വാർത്താ പ്രാധാന്യമൊക്കെ കിട്ടിയിരുന്ന ഒരു കാലത്തുള്ള അംഗസംഖ്യ പാർലമെൻറ്റിൽ ഇല്ലാത്തതാകാം ഒരു കാരണം. അതുകൊണ്ടാണ് വേണ്ടത്ര പരിഗണന കിട്ടാതെ പോകുന്നത്. രണ്ടാമത്തെ ഘടകം, ആ ഒരു 10-15 വർഷത്തിന് ശേഷം നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിലുണ്ടായ വലിയ രീതിയിലുള്ള മാറ്റമുണ്ട്. ആ മാറ്റം എന്ന് പറയുന്നത് ഇവിടുത്തെ മാധ്യമങ്ങളെ, അത് നമുക്കറിയാം പ്രിന്റ് മീഡിയ കഴിഞ്ഞ് വിഷ്വൽ മീഡിയയിലേക്ക് വരുന്നു. ഇപ്പോൾ വിഷ്വൽ മീഡിയയും കഴിഞ്ഞിട്ട് ഈ നവമാധ്യമ രംഗത്തേക്ക് വരുമ്പോൾ ഈ 2 മാധ്യമങ്ങളെയും ആധിപത്യം പിടിച്ചെടുക്കാൻ വേണ്ടി സംഘപരിവാർ നടത്തുന്ന ബോധപൂർവ്വം ഇടപെടലുണ്ട്. അത് സത്യത്തിൽ നിങ്ങൾ കാണേണ്ടത് ഈ ദേശീയ രാഷ്ട്രീയത്തിൽ സംഘപരിവാറും കോൺഗ്രസും ഉയർത്തുന്ന തീവ്ര വലതുപക്ഷ നയങ്ങൾക്കെതിരെ നിൽക്കുന്ന ഏക നയമുള്ള പാർട്ടി CPIM-ആണ്. അതുകൊണ്ട് പരമാവധി CPIM-നെ അവഗണിക്കാൻ, ഇല്ലാതാക്കാൻ ഉള്ള ശ്രമം ബോധപൂർവ്വം നടക്കുന്നുണ്ട്. അത് മീഡിയയും പ്രതിഫലിക്കും. കാരണം മീഡിയ അവരുടെ കൺട്രോളിലാണെന്നുള്ള പ്രധാനപ്പെട്ടത്. തീർച്ചയായും ബാഗി ജീൻസും ഷൂസും അണിഞ്ഞ് ടൗണിൽ ചെത്തി നടക്കുന്ന കുട്ടികൾ, അവരൊക്കെ എത്രത്തോളം പുതുതലമുറയെ പാർട്ടിക്ക് ആകർഷിക്കാൻ കഴിയുന്നു? തീർച്ചയായിട്ടും അതിനുവേണ്ടി പ്രത്യേക ഡ്രൈവ് തന്നെ പാർട്ടി നടത്തുന്നുണ്ട്. നിങ്ങൾ ബംഗാളിലെ പാർട്ടി നോക്കൂ. ബംഗാളിൽ അധികാരം പോയതിനു ശേഷം പിന്നീടുള്ള ഈ അടുത്ത കാലത്തെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ എൻഡർ ലീഡർഷിപ്പിലേക്ക് ഒരു പുതിയ തലമുറ വരുന്നുണ്ട്. ഇപ്പം DYFI രംഗത്ത് നിന്നൊക്കെ വരുന്ന കുട്ടികളാണ്. ഇത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാന സ്ഥാനാർത്ഥികളെല്ലാം ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണ്. SFI രംഗത്തു നിന്ന് DYFI തന്നെയാണ്. നോക്കൂ, കേരളത്തിൽ നോക്കൂ, കഴിഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വന്നിട്ടുള്ള ഒരു 4-5 ആളുകൾ ഏറ്റവും പുതിയ തലമുറയിൽപ്പെട്ട, ഞങ്ങളുടെയൊക്കെ തലമുറയിൽപ്പെട്ട ആളുകളാണ്. ഉത്തലത്ത് ദിനേശൻ, സ്വരാജ്, അതുപോലെ റിയാസ്, PK ബിജു, ഇതൊക്കെ ഞങ്ങളൊക്കെ അതാണ് സമകാലീനമാണ്. ഏറ്റവും പുതിയ തലമുറപ്പെട്ട ആളുകൾ ഏറ്റവും കൂടുതൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്ന ലീഡർഷിപ്പാണ്. ആ ലീഡർഷിപ്പിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നതാണ്. അങ്ങനെ ആ പ്രൊമോഷൻ ഭയങ്കര രീതിയിൽ നടക്കുന്നുണ്ട്. ആ പ്രത്യേക ശ്രദ്ധ ആ കാര്യത്തിൽ പാർട്ടി വരുന്നുണ്ട്. വനിതാ ജനറൽ സെക്രട്ടറി CPIM-ന് ലോകത്തിലെ, എനിക്ക് തോന്നുന്നു ലോകത്തിൽ തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു വനിതാ നേതാവ് ഉണ്ടായിട്ടില്ല. സമീപകാലത്തെങ്കിലും പ്രതീക്ഷിക്കാമോ? അല്ല, അത് തീർച്ചയായിട്ടും അങ്ങനെ വനിതകളെ അടുപ്പിക്കുകയില്ല എന്ന് പറയുന്ന സംവിധാനം അല്ലല്ലോ അത്.
അതായത് പാർട്ടി കോൺഗ്രസിൽ പ്രധാനമായിട്ടും പാർട്ടി അടുത്ത ഒരു 3 വർഷക്കാലം മുന്നോട്ട് വെക്കാൻ പോകുന്ന നയപരമായ അടവുപരമായ സമീപനം എന്ന് പറയും. ആ രാഷ്ട്രീയ അടവുപരമായ സമീപനമുണ്ട്. ആ സമീപനത്തിൻ്റെ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന അതിൻ്റെ പ്രമേയം അവതരിപ്പിക്കുകയോ ആ കാര്യത്തിൽ മുൻകൈയെടുക്കുകയോ ചെയ്യുന്ന ആളായിരിക്കും ജനറൽ സെക്രട്ടറി ആയിട്ട് വരുന്നതാണ്. CPI-ന്റെ നാളിതുവരെയുള്ള ചരിത്രവും രീതി അതാണ് സംഘടനാപരമായി. അത് ഒരുപക്ഷെ ഈ നിങ്ങൾ പറഞ്ഞ ഇപ്പം പോളിറ്റ് ബ്യൂറോ 2 വനിതകളുണ്ട്, അതിൽ ഒരാളാണ് അടുത്ത 3 വർഷക്കാലത്തെ പാർട്ടി ലൈൻ മുന്നോട്ട് വെക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർ തന്നെ ആവണമല്ലോ ജനറൽ സെക്രട്ടറി. അതാണ് അതിൻ്റെ മാനദണ്ഡം. അത് സ്ത്രീയാണോ അല്ലയോ പിന്നോക്കാരനാണോ എന്നുള്ള മാനദണ്ഡം എല്ലാ കാര്യത്തിലും വരിക എന്നുള്ളതാണ്. ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനെ കുറിച്ചിട്ടാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ലെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരെ കുറവുകളും അത് മറ്റുള്ള തെരഞ്ഞെടുപ്പുകളെ ബാധിക്കുന്നില്ല എന്നും കാണുന്നു. അത് കൃത്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPIM-ന് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഒരു സങ്കടം CPM-നുണ്ടോ? എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇപ്പോൾ പ്രത്യേകിച്ച് കഴിഞ്ഞ മുമ്പത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ കേരളത്തിലെ ജനങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഇപ്പോഴും സംഘപരിവാറിൻ്റെ വേഷം വേണ്ടത്ര ഏക്കാത്തൊരു സ്ഥലമാണ് ഞാൻ കരുതുന്നത്. സംഘപരിവാറിനെതിരെ BJP-ക്കെതിരെയുള്ള ഇവിടുത്തെ ഒരു വലിയ വിഭാഗം ആളുകളുടെ ആ ഒരു പിന്നെ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സംഘപരിവാറിനെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിന് വോട്ട് ചെയ്യുക എന്ന നിലയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അവിടെ CPM-നേക്കാൾ പിന്നെ നേരിട്ട് കോൺഗ്രസ് തന്നെയാണ് പ്രധാന പാർട്ടിയായിട്ട് വരുന്ന സാധ്യത ദേശീയ പാർട്ടി എന്നല്ല. അതുകൊണ്ട് കണ്ണും പൂട്ടി എനിക്ക് പലപ്പോൾ തോന്നിയിട്ടുണ്ട് കഴിഞ്ഞ മുമ്പ് തെരഞ്ഞെടുപ്പിൽ പലപ്പോഴും കോൺഗ്രസിന് പല സ്ഥാനാർത്ഥികളും ജയിക്കാൻ വേണ്ടി പോലും അല്ലാതെ ഇവിടെയുള്ള ആളെ കാസർഗോഡ് കൊണ്ടാക്കുക, കാസർഗോഡ് നിന്ന് ഇവിടെ കൊണ്ടാക്കുക, ഈ നിലയിൽ പലരാക്കും അവർ പോലും ആളുകൾ കണ്ണും പൂട്ടി വോട്ട് ചെയ്തുകൊണ്ടാണ് UDF വിജയം നേടിയത്. ആ വിജയത്തിന് പിന്നിൽ കേരളത്തിലൊരു 8 മുതൽ 10% വരെ ആളുകൾ അന്നത്തെ ഏറ്റവും പ്രസൻ്റായിട്ടുള്ള പൊളിറ്റിക്കൽ സാഹചര്യം മനസ്സിലാക്കി വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അവർ BJP പരാജയപ്പെടുത്താൻ വേണ്ടി കണ്ണും പൂട്ടി കോൺഗ്രസിന് വോട്ട് ചെയ്തതെന്നാണ് ഞാൻ കരുതുന്നത്. ആ ഒരു രാഷ്ട്രീയമാണ് ഇതിനകത്തുള്ളത്. പറയുന്നത് എനിക്ക് ആദ്യം അവസാനം പറയാനുള്ള കാര്യം ഇതാണ്. CPIM-ന്റെ പിന്നെ പ്രസക്തി എന്ന് പറയുന്നത് ഇന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിങ്ങൾ കാണുന്ന ഏതെങ്കിലും നമ്മളാരും കാണുന്ന സീറ്റിൻ്റെ അടിസ്ഥാനത്തിലല്ല, ഈ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ളതാണ്. ആ രാഷ്ട്രീയത്തിന് മുമ്പ് എന്നത്തേക്കാൾ കൂടുതൽ പ്രാധാന്യമുണ്ടെന്നുള്ളതാണ് ഞാൻ കാണുന്നത്. അവസാനമായിട്ട് മധുരയിലേക്ക് പോകുമ്പോൾ സീതാറാം യെച്ചൂരി, ഇപ്പം നമ്മൾ പലവട്ടം മറക്കായിരിക്കും, സീതാറാം യെച്ചൂരിയില്ലാത്ത ആദ്യ കോൺഫറൻസാണ്. ഒരു പക്ഷേ പാർട്ടിയുടെ തുടക്കകാലത്ത് തന്നെ ഉണ്ടായിരുന്ന സ്ഥലം. എത്രത്തോളം പാർട്ടി മിസ് ചെയ്യുന്നുണ്ട് മധുരയിൽ പാർട്ടി യെച്ചൂരിനെ മിസ് ചെയ്യും? അതുണ്ടാവും. യെച്ചൂരിയുടെ അതേ പങ്കുണ്ടായിരുന്നു തീർച്ചയായിട്ടും. എല്ലാ രംഗത്തും പിന്നെ ഒരു വളരെ കൃത്യതയോടുകൂടിയുള്ള നിലപാടെടുക്കാനും ആ നിലപാട് വിശദീകരിക്കുന്നതിനും ഏറ്റവും താഴെ തട്ടിലുള്ള സഖാക്കൾക്കും പൊതുജനങ്ങൾക്കും ഇടയിൽ ആ നയം വിശദീകരിക്കാനുള്ള പ്രത്യേക കഴിവുണ്ടായിരുന്നു. ആ കഴിവ് പറയാൻ പറ്റും. പിന്നെ ഉയർത്തിപ്പിടിച്ചൊരു കാഴ്ചപ്പാടുണ്ട്. അതായത് യെച്ചൂരി അടക്കമുള്ള ലീഡർഷിപ്പിൽ മുന്നിൽ പ്രധാനപ്പെട്ട ഘടകം എന്തെന്നറിയോ? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജ്യത്ത് ഈ മൂവ്മെന്റ് വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ അടിസ്ഥാനപരമായ വിഭാഗങ്ങൾ സംഘടിപ്പിച്ച് സമരം ചെയ്യൽ മാത്രമാണ് മാർഗം. കൃത്യമായി പറയുന്ന ബാറ്റൺ കൈമാറി തന്നെയാണ് അതെ പോയിട്ടുള്ളത്. അതെ, അത് കൈമാറും. അത് ആ തലമുറ വേണം. പക്ഷെ ഞാൻ പറഞ്ഞത് ഇതിൽ വലിയ ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ ഫാസിസ്റ്റുകളുടെ ഭീഷണി ഇത്ര നിൽക്കുന്ന ഘട്ടത്തിൽ യെച്ചൂരിയെ പോലുള്ള നഷ്ടം എന്ന് പറഞ്ഞാൽ അതിഭീകരമായ നഷ്ടം തന്നെയാണ്. അതിനെതിരെയുള്ള ഏറ്റവും വലിയ സൊല്യൂഷൻ അങ്ങനെ ഉയർത്തിപ്പിടിക്കുന്ന സംഗതിയായിരുന്നു. അത് ഇതാണ്. അത് തൊഴിലാളികളെ സംഘടിപ്പിക്കുക, കർഷകരെ സംഘടിപ്പിക്കുക, ഈ വർഗ അടിസ്ഥാനത്തിലെ പോരാട്ടങ്ങൾ വളർത്തിക്കൊണ്ട് വന്നിട്ട് ഇതിനെ അതാണ് അതിനുള്ള അംഗീകാരമായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഈ കർഷക മൂവ്മെന്റിന്റെ ആ വളർച്ചയുടെ ഭാഗമായിട്ട് മാത്രമാണ് മോദിയോട് പിടിച്ചു കെട്ടാൻ കിട്ടിയത്. ആ ലൈൻ ഉയർത്തിപ്പിടിച്ചത് സീതാറാം യെച്ചൂരിയായിരുന്നു. ടോം പനക്കൽ സാറിന് ഇന്ന് ഇന്റർവ്യൂ ആയി വന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ടോം പനക്കൽ സാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ഞാൻ നോക്കാറുണ്ട്. ടോം സാറേ, ഞാൻ ചെറുപ്പത്തിൽ വായിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്, കുട്ടിക്കാലത്ത് വായിച്ചിട്ടുള്ള പുസ്തകമാണ്. കമ്മ്യൂണിസ്റ്റുകാരുടെ കുടുംബ ബന്ധങ്ങളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. എനിക്ക് എപ്പോഴും തോന്നുന്നു, എപ്പോഴും അങ്ങനെ ഒരു കുടുംബ ബന്ധങ്ങളൊക്കെ തന്നെയാണ് താങ്കൾ പങ്കാളിയെയും അല്ലെങ്കിൽ കുട്ടികളൊക്കെ അഡ്രസ്. ഈ അടുത്ത കാലത്തേക്ക് വളരെ ആവേശകരം ഉണ്ടാക്കിയതാണ് മകൻ ഒരു ഉന്നത കമ്മിറ്റിയിലേക്ക് അംഗമായപ്പോൾ താങ്കൾ ആവേശത്തോടെ ഒരു പോസ്റ്റ് ഇടുന്നു. സാധാരണ അങ്ങനെയൊന്നും പബ്ലിക്കായിട്ട് ആരും പോസ്റ്റ് ഇടാറില്ല. നമ്മുടെ ഈ CPIM ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം എന്ന് പറയുന്ന സത്യത്തിൽ മാർക്സിസം എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രസംഗിക്കാനുള്ള മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിൽ കൂടി പകർത്താൻ കഴിയേണ്ട ഒരു ജീവിതമായിട്ട് മാറേണ്ട സംഗതിയാണ്. അത് നമ്മുടെ ജീവിതത്തെയും വ്യക്തി ജീവിതത്തെയും കുടുംബ ജീവിതത്തെയും രാഷ്ട്രീയ ജീവിതത്തെയും എല്ലാം സ്വാധീനിക്കേണ്ട, മുന്നോട്ട് നയിക്കേണ്ട ഒരു പ്രത്യയശാസ്ത്രമാണ് മാർക്സിസം എന്ന നിലയിൽ. അപ്പോൾ എൻ്റെ വീട്ടിലെ സംബന്ധിച്ചിടത്തോളം ഞാൻ വീട്ടിൽ പോയിട്ട് എൻ്റെ മക്കളോട് ഇന്ന പാർട്ടി ചേരണം ഞാനിവിടെ പറഞ്ഞിട്ടില്ല. SFI പ്രവർത്തിക്കണം ഞാൻ കുട്ടികളോട് പറഞ്ഞിട്ട് 2 കുട്ടികളാണ് എനിക്കുള്ളത്. അല്ലെങ്കിൽ DYFI പ്രവർത്തിക്കണം പറഞ്ഞിട്ടില്ല. പക്ഷേ രാഷ്ട്രീയം സംസാരിക്കാറുണ്ട്.
രണ്ട് കുട്ടികളും സർക്കാർ സ്കൂൾ, പക്ഷേ പിന്നീട് അതോടൊപ്പം പഠനം കൊണ്ടു നടക്കുകയും ചെയ്യുന്നുണ്ട്. ആശങ്കകളുണ്ടായിരുന്നു ഈ പറയുന്നത് എല്ലാ അച്ഛനും എല്ലാ മാതാപിതാക്കളും മക്കളുടെ കരിയറിനെ കുറിച്ചിട്ടും ജോലിയെ കുറിച്ചൊക്കെ എനിക്ക് അങ്ങനെ ഒരു ആശങ്ക ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഈ രണ്ട് കുട്ടികളും വലിയ ഉന്നത നിലയിൽ പഠിച്ച് വലിയ ജോലി വാങ്ങിച്ചാൽ പോലും നിങ്ങൾക്ക് ഈ മനുഷ്യനെ കുറിച്ചും ലോകത്തെക്കുറിച്ചും ഒരു ധാരണയും കൺസെപ്റ്റും നിലപാടും ഇല്ലെങ്കിൽ ഇതിലൊന്നും വലിയ അർത്ഥമില്ലെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ ഈ ലോകത്ത്. കാരണം പലതരത്തിൽ ജോലി കിട്ടാൻ സാധ്യതകൾ ഇപ്പം പല കുട്ടികളുണ്ട്, അങ്ങനെ പഠിക്കുന്ന കുട്ടികൾക്ക്. അപ്പോൾ നിങ്ങൾക്കൊരു മാനവികത ഉയർത്തിപ്പിടിക്കുന്ന ഒരു കാഴ്ചപ്പാടില്ലെങ്കിൽ സത്യത്തിൽ ഞാൻ ഏറ്റവും അഭിമാനിക്കുന്നത് നല്ല അഭിമാനം നിലപാടുള്ള നിലപാടുണ്ടെന്നും ആ നിലപാടിൽ ഉറച്ചു വയ്ക്കാൻ കഴിയുന്നുണ്ടെന്നും അത് ശരിയായ നിലപാടും മനുഷ്യപക്ഷ നിലപാടാണെന്നുള്ളതാണ് ഒരു ഏറ്റവും സന്തോഷമാണ്. ഇന്ത്യയിലെ തന്നെ ലോകത്ത് തന്നെ എന്ന് പറയാം ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ളൊരു നഗരവും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വളരെ ആഴത്തിൽ വേരോട്ടമുള്ള ഒരു പ്രദേശമാണ്. എങ്ങനെയാണ് മധുര സമ്മേളനത്തിൽ മധുരയിലേക്ക് പോകുമ്പോൾ? മധുരയിൽ ഇപ്പം നമുക്ക് 2 ടൈമായിട്ട് എം പി ഉണ്ട്. അതുപോലെ തന്നെ മുൻകാലത്ത് ഉണ്ട്. തമിഴ്നാട് അങ്ങനെ കുറെ മേഖലകളുണ്ട്. CPM-ന്റെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഒരു വളർച്ചയുടെ ഗ്രാഫ് കാണിക്കുന്ന ഒരു പാർട്ടിയാണ് തമിഴ്നാട്ടിലെ പാർട്ടി. അത് തീർച്ചയായും ആ സമ്മേളനത്തിൽ പ്രതിനിധിവലിക്കും, നല്ല രീതിയിലുള്ള സമ്മേളനമായി മാറ്റാൻ കഴിയും. പ്രത്യേകിച്ച് ഇപ്പോൾ അവിടെ ഭരിക്കുന്ന പിന്നെ ഈ സ്റ്റാലിൻ്റെ ഗവൺമെൻറ്റും ഒരു ഇടതുപക്ഷ കാഴ്ചപ്പാടുകൂടി ഈ ഗവൺമെൻറ്റൊക്കെ ആയിട്ടുള്ള നല്ല ബന്ധവും പാർട്ടിയായിട്ടുള്ള ബന്ധമൊക്കെ നല്ല രീതിയിലുള്ള ബന്ധമാണ്. അതെല്ലാം ഗുണകരമായിട്ട് വരുമെന്നും മികച്ച സമ്മേളനമായിട്ട് മാറുമെന്നും നിർണായക സമ്മേളനമായി മാറുമെന്നും കരുതേണ്ട പിന്നെ പാർട്ടി കോൺഗ്രസ് ആണ് മധുരയിൽ നടക്കാൻ പോകുന്നത് എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. താങ്ക് യു.